السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم. الحي അല്ലാഹു ഹയ്യാണ്. നമ്മളെ കുറിച്ച് നമ്മൾ ഹയ്യാണെന്ന് തന്നെയാണ് പറയാം. പക്ഷെ അള്ളാഹു എന്നാ ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പൊ നമുക്കറിയാലോ. അള്ളാഹ്ക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല. ഉണ്ടായവനല്ല, ഉള്ളവനാണ്. അവനല്ലാത്തതൊക്കെ ഉണ്ടാക്കപ്പെട്ടതാണ്. അവൻ ഒറ്റക്കാണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കുന്ന വിഷയത്തിൽ ആരും അവനോട് പാർട്ണർമാരല്ല. അവൻ നേരത്തെ ഉള്ളവനാണ്. ഒരു നിലയിലും പ്രായമോ ക്ഷീണമോ രോഗമോ അന്ത്യമോ അവനെ ബാധിക്കുകയും. അതാണ് ഹൈ. നമ്മൾ നേരത്തെ ഇല്ലാത്തവരാണ്, ഇന്നില്ലാതാവും പോണവരാണ്. ഒരുപാട് പാർട്സുകൾ കൂടി മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതൊന്നുമല്ല. ഒരുപാട് പാർട്സുകൾ ഒന്നില്ലെങ്കിൽ മറ്റേനെ ബാധിക്കും. അള്ളാഹുത്തല കുറെ അജിസാവ് കൊണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ചെറിയ ചെറിയ സാധനങ്ങളെ കൊണ്ട് മെറ്റീരിയൽ കൊണ്ട് ഉള്ളവനല്ല, അങ്ങനെ ഉണ്ടാവനല്ല. അവനെന്നാണ്, അവനെന്നും എന്നും ഒരുപോലെ. അവൻ മാത്രമാണ് എല്ലാം ഉണ്ടാക്കിയത്. ഉണ്ടാക്കണയിൽ അവൻ ഒരാളെയും ഒപ്പം നിർത്തിയിട്ടില്ല, സഹായത്തിന് ആരും വിളിച്ചിട്ടില്ല. മാത്രമല്ല അവൻ ബദിയാണ്. ബദി എന്ന് പറഞ്ഞാൽ മുൻ പ്ലാൻ ഇല്ലാതെ സംഗതികൾ ഉണ്ടാക്കണത്. അള്ളാഹു തന്ന തന്ത്രം കൊണ്ടും കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ചില സാധനങ്ങളൊക്കെ രൂപപ്പെടുത്താറുണ്ട്. രൂപപ്പെടുത്തുന്നുള്ള ഒരു സാധനം നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ദുനിയാവിലെ ഇന്ന് വരെ ശാസ്ത്രത്ര പുരോഗമിച്ചിട്ടും ഇത്ര വികസിച്ചിട്ടും ടെക്നോളജി വികസിച്ചിട്ടും ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇന്ന് വരെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കാൻ ലോകത്തൊരു വൻകിട ശക്തിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. അള്ളാഹ് ഉണ്ടാക്കി വെച്ചതിനെ പല രൂപത്തിലും പരിവർത്തിപ്പിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ സംയോജിപ്പിക്കാൻ. ഒരു ചെറിയ സാധനം, ഒരു കൊതുകിന്റെ ചിറക് പോലും, ഒരു ഈച്ചയുടെ കാല് പോലും ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഇത്ര പുരോഗമിച്ച ഈ കാലത്ത് ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഒരു രാഷ്ട്രത്തിനും സാധിച്ചിട്ടില്ല. ഇല്ലാത്തൊന്നിനുണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഇല്ലാത്ത എല്ലാത്തിനെയും ഉണ്ടാക്കിയ ആള് ഖാലിഖായ റബ്ബാണ്. എല്ലാത്തിനും അവനാ ഉണ്ടാക്കിയത്. ഓനക്ക് ഉണ്ടാക്കാൻ മുൻ പ്ലാന് വേണ്ട, നമുക്കൊരു മാതൃക വേണം. വീടുണ്ടാക്കാൻ ആദ്യം പ്ലാനല്ല ആർക്ക്. ആകാശം ഉണ്ടാക്കാൻ അള്ളാഹു തആലക്ക് മുൻ പ്ലാൻ ഏതാണുള്ളത്? ആദ്യം വേറൊരു ആകാശം കാണണ്ടേ? നമുക്ക് ഏത് സാധനങ്ങളും സംയോജിപ്പിക്കാൻ ഉണ്ടാക്കാൻ. ഇപ്പൊ ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ അള്ളാഹ് ഉണ്ടാക്കി വെച്ചതിനെ സംയോജിപ്പിക്കുന്നതിന്റെ പേരാണ് വീട്. അല്ലാത്തൊന്നിനെ ഉണ്ടാക്കുന്നതിന്റെ പേരാണോ വീട്? ഒരു വണ്ടി നമ്മൾ ഉണ്ടാക്കും, അത് അള്ളാഹ് ഉണ്ടാക്കി വെച്ച പല മെറ്റീരിയലുകളെയും സംയോജിപ്പിച്ചിട്ട് അതിന് വണ്ടി, കാറ്, ബസ് ഇതൊക്കെ പേരിടുകയാണ്. ഇതിലേതെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നില്ല, അപ്പൊ ഒരു മനുഷ്യനാണ് ഉണ്ടാക്കിയതിൽ ഫിറ്റ് ചെയ്ത് നിങ്ങൾ പറയോ? എല്ലാം അല്ലാഹു. ഓനൊരു മുൻ മാതൃക ഇല്ല, മുൻ പ്ലാൻ ഇല്ല. ഓന് സാധനം ഉണ്ടാക്കാൻ മെറ്റീരിയലിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ആകാശത്തിന്റെ മെറ്റീരിയൽ എന്താ? ഭൂമിയുടെ മെറ്റീരിയൽ അവൻക്ക് ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? കുറെ സാധനങ്ങളൊക്കെ കൂടി കൊടുന്ന് ചവണ്ട് ഭൂമി ഉണ്ടാക്കിയതല്ല. ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഇതാണ് അല്ലാഹ്. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എപ്പോഴും നമ്മൾ 5 വക്തിൽ പറയുന്നല്ലേ ലാ മാനിയ ലിമാ അഅതൈത. അതൊക്കെ ഉള്ളിൽ കയറി എന്തായിരിക്കും അതിന്റെയൊക്കെ ബലനരങ്ങള്. ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത. യാ അല്ലാഹ്, എന്താണ് പറയുന്നത്? എന്തൊക്കെയാണ് ആ പറഞ്ഞു കൂട്ടുന്നത്? നീ തടഞ്ഞാ പിന്നെ എനിക്ക് കിട്ടൂല, നീ തന്നാ പിന്നെ തടയാൻ ആർക്കും കഴിയില്ല. ഇതിലൊക്കെ ഒതുങ്ങിയല്ലോ. അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്.
ഖാത്തമുൽ അസ്മ ആയത്തുൽ കുർസി കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയാണ്, സ്വന്തം മക്കൾക്ക്. പെൺകുട്ടികളാണ് കൂടുതലും. കുറെ പെൺകുട്ടികളുണ്ട് അവർക്ക് ഇങ്ങനെ ആയത്തുൽ കുർസി അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ചെറിയ മോളുണ്ട്. അപ്പൊ ഈ ക്ലാസ് കേൾക്കണേലല്ലേ ചില ആൾക്കാർക്ക് വല്ലാതെ കയറി കിട്ടും. ആ മൂത്ത മക്കൾക്കും ഉമ്മാക്കും എന്ന് പറഞ്ഞാൽ മൂപ്പരെ ഭാര്യക്കും തലേക്ക് കയറിനേക്കാൾ ഈ പെൺകുട്ടിന്റെ തലേക്ക് ഇതൊക്കെ കയറുന്നുണ്ട്. അപ്പോ ദുൽഹജ്ജ് മാസത്തിൽ ഇതിങ്ങനെ ക്ലാസ് എടുക്കുമ്പോ ഈ കുട്ടിന്റെ തലേക്ക് അള്ളാഹ് കൊണ്ട് അടിച്ചാണ്ട് കയറി. പിന്നെ ദിമ്മാണ്ട് കൂടിയില്ല. ആ മാനിയിൽ മാനത്തീത്താവല, ആ മുത്തേൽ മാനത്ത് അള്ളാഹ് എന്ന് പറഞ്ഞ എല്ലതും ആണല്ലോ. ലാ റാസിഖ ഇല്ലല്ലാ, ലാ മാനിയ ഇല്ലല്ലാ, ലാ മുത്തി ഇല്ലല്ലാ, വലാ മാനിയ ഇല്ലല്ലാ, വലാ ബദീൽ, എല്ലാം ആണല്ലോ. അപ്പൊ ഈ ചെറിയ കുട്ടി വെച്ചാ, ഓ അപ്പയെ നമുക്ക് ഭക്ഷണം തരുന്ന ആരാന്ന് വെച്ച് വളരെ അള്ളാഹ് റാസിഖല്ലേ ഇവണ്ട് കൂടി പെൺകുട്ടി. അത് ഹജ്ജിന്റെ ഒരു സീസണായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഫക്കീറാണ്, വലിയ പൈസ ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഈ ഹജ്ജിന്റെ സീസണായപ്പോ വാപ്പ ഒഴിഞ്ഞിരുന്ന് ഇങ്ങനെ കരയുണ്ട്. ഈ കുട്ടിക്ക് വേഗം മനസ്സിലായി വാപ്പാക്ക് ഹജ്ജിന് പോകാൻ പൂതിണ്ട്, പൈസ ഇല്ലാത്തോണ്ടാണ് കരയുന്നത്. ഇനി ഉള്ള ഏതെങ്കിലുമൊക്കെ പൈസ ഒക്കെ ഒപ്പിച്ചിട്ടാണ്ട് ഇറങ്ങുകയാണെങ്കിൽ തന്നെ ചെലവിന് കൊടുക്കാൻ പൈസ വേണ്ടേ? അത് കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റുള്ള, ഒരു കടമല്ലേ. ഈ കുട്ടി വെച്ചു, വാപ്പ നിങ്ങൾ എന്തിനാ കരയണത്? മോളെ ആൾക്കാരൊക്കെ ഹജ്ജിന് പോകണുണ്ടില്ലേ. വാപ്പ പിന്നെ നിങ്ങൾ ആയത്തിൽ കുറിച്ച് എന്തിനാ ക്ലാസ് എടുത്തത്? നിങ്ങൾക്ക് എന്താ എത്ര ബേജാറ്? ഞങ്ങളെ റാസിക്ക് നിങ്ങളല്ലല്ലോ, അല്ലല്ലേ. നിങ്ങളൊരു ചെറിയ കാരണം മാത്രല്ലേ, നിങ്ങൾ പോയിക്കോളി. അപ്പോ വാപ്പ പറഞ്ഞു, അത് ഉമ്മാക്കും എൻ്റെ ജ്യേഷ്ഠത്തികൾക്കൊക്കെ മനസ്സിലാണ്ട് അത് ഞാൻ സെറ്റാക്കി തരാറ്. അപ്പൊ എനിക്ക് ഹജ്ജിനാവാൻ പൈസ ഇല്ലല്ലോ. നിങ്ങൾ ഹജ്ജി എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഇറങ്ങിക്കോളി, അല്ല നിങ്ങളെ സഹായിച്ചോളും. പെൺകുട്ടി അടിച്ചു കയറിക്കണേ, കുട്ടി അടിച്ചു കയറിക്കണേ, അല്ല നിങ്ങളെ സഹായിച്ചോളി, നിങ്ങളാണ്ട് ഇറങ്ങിക്കോളി എന്നറിയും. അങ്ങനെ മോള് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ നമുക്ക് അന്നം തരുന്ന ആരാന്ന് വെച്ചു. അല്ലാ ഓർപ്പന്നല്ലേ, മാറ്റൂലല്ലോ. ഇല്ല, എന്നാലേ ബാപ്പ ഹജ്ജിനായിക്കോട്ടെ, അല്ല നമുക്ക് അന്നം തരും എന്നറിഞ്ഞു. അതിൽ തള്ള കുടുങ്ങി. ഇത് കാര്യത്തിൽ പറയാണ്. മറ്റേ നമ്മള് സാധാരണ പലതും പറയണ്ടല്ലോ, ആ കോലത്ത് പറയണ്ട. അങ്ങനെ പറയാപ്പ എല്ലാവർക്കും കഴിയും. പണ്ട് അമേരിക്കയിൽ ഒരു ചങ്ങായി ഒരു ചെറിയ നൂല് കെട്ടിയിട്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടി ഒരു ചെറിയ നൈസ് നൂല് കെട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക. ഞാനൊക്കെ പറയണതിന്റെ ഒരു കോലം പറഞ്ഞുതരാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് നടന്ന് വീണാൽ മരണം ഉറപ്പാണ്. സാഹസികമായ നടത്താണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട് കാണികളായിട്ട്, ഒക്കെ ശ്വാസം വിളിച്ച് ഇങ്ങനെ നോക്കിയെന്ന്. കാരണം വീണ മരണം ഉറപ്പാണ്. കരിമ്പാറ കെട്ടുകൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി പോണ്. ഒന്നുകിൽ വെള്ളത്തിലൂടെ ഒലിച്ചു പോകും, അല്ലെങ്കിൽ തല പാറമ തട്ടിയിട്ട് മരിച്ചു പോകും. എല്ലാവരും ഒന്ന് ഞെടുവീർപ്പിട്ട് അയാൾ ഇവിടുന്ന് അവിടെ ഒറ്റ നടന്നിട്ട് അവിടുന്ന് തിരിച്ച് കാണികളോട് വെച്ചു, നീ തിരിച്ച് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ കഴിയുമോന്ന് വെച്ചു. എല്ലാരും പറഞ്ഞു, ഉറപ്പാണ് സാറേ, നിങ്ങൾക്ക് നടക്കാൻ പറ്റുമില്ല. ആരായി നടക്കുക? ഞാൻ തിരിച്ചു നടക്കുമെന്ന് എന്നെ കുറിച്ച് ഉറപ്പുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈയടിച്ചേന്ന് പറഞ്ഞു, ഒന്ന് ചൂള വിളിച്ചേന്ന്. എന്നാൽ തിരിച്ച് ഞാൻ നടക്കുമ്പോൾ എൻ്റെ തോളിൽ കയറിയിരിക്കാൻ ധൈര്യമുള്ളവർ ഒന്ന് മുന്നോട്ട് വന്നേന്ന് വെച്ച്. ആരും വരുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേ ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ കുട്ടി അനങ്ങണില്ല. ഈ നേരത്തെ പറഞ്ഞ ഉറപ്പാണെങ്കിൽ എന്താ തോളിൽ കയറി ഇരുന്നാല്? ഇതേമാതിരിയാണ് ഇപ്പൊ എൻ്റെ ഒക്കെ പരിപാടി. തൊള്ളപ്പെട്ട് കുറെ എളുക്കും, പക്ഷെ ഇത് ഉള്ളിക്ക് കയറി കിട്ടുന്നില്ല. അതാണ് സംഗതികളൊന്നും കളിക്കാത്തത്. അപ്പൊ ഈ ഉമ്മ ആജാതിയുടെ വർത്താനാണ് റാസുക്കല്ലാതാരാ. പക്ഷെ പെൺകുട്ടി അങ്ങനെയല്ല, ഹാലുള്ളത്. പക്ഷെ എന്നാ ഉമ്മ വാപ്പ ഹജ്ജിനായിക്കോട്ടെ, അവിടെ ഇരുന്ന് കാര്യമാണ്. അങ്ങനെ സമ്മതൊക്കെ വാങ്ങിച്ചു വാപ്പനോട്, വാപ്പ നിങ്ങൾ പോയിക്കോളിമാര്. ഈ വാപ്പാന്റെ കാര്യമില്ല, അത് അള്ളാന്റെ ബെയ്ത്ത് ഉദ്ദേശിച്ചാണ്ട് ഇറങ്ങിക്കോളി, വഴി അള്ള ഒരുക്കും. എന്തിനാണ് ഈ ആയത്ത്? അതൊക്കെ അടിച്ച് കയറിയതിന് ശേഷം ആ ഹാലിലുള്ളവർക്കേ നടക്കുള്ളൂ കേട്ടോ. പരിശോധനക്ക് ഇറങ്ങി ആകെ കൊളാവും ചെയ്യും. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, ശരിയാണെങ്കിൽ വിശ്വസിക്കാം. അതാണ് ഇപ്പൊ കൂടുതൽ നടക്കുന്നത്. പണ്ടൊരു മോന് ആധ്യാത്മിക ഗുരു വാപ്പാനോട് വെച്ചു, വാപ്പേ എന്ത് തോരുന്നാലും ഒരു മുമ്മിൻ തോരുന്നാൽ അള്ളാഹു താല ഇടപെട്ട് ശരിയാക്കി തരുന്നു വെച്ചു. ആ ശരിയാക്കി തരും, എന്ത് തോരുന്നാലും ശരിയാക്കി തരും. അപ്പൊ ഞാൻ ഈ മല പെടുന്ന എടുത്തിട്ട് അങ്ങോട്ട് നീക്കാൻ പറഞ്ഞാൽ ശരിയാക്കുമെന്ന് വെച്ചു. അദ്ദേഹം അറിയാതെ പറഞ്ഞു, അള്ളാഹ് അതിനും കഴിയുന്നു. ഞാൻ തോരക്കട്ടെ എന്ന് വെച്ചു. ആജി തോരണം. എല്ലാം തോർന്ന് നോക്കും, മല അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ച് വാപ്പ ശരിയാകണെന്ന് വെച്ചാൽ എനിക്ക് അപ്പൊ തന്നെ അറിയാം ശരിയാവൂലാണ്. പിന്നെ അപ്പൊ തന്നെ അറിയാം അത് ശരിയാവൂലെന്ന്. അങ്ങനെ ദ്വാരക്കണേന്ന്. പിന്നെ എങ്ങനെ ദ്വാകാവൂല? നമ്മളെ എല്ലാ നമ്മളൊക്കെ ദ്വാകളൊക്കെ അങ്ങനെയാണ്, പരിശോധിക്കണം, പരിശോധനയാണ്. ഉറപ്പ് എന്നുള്ള സംഗതി യഖീന് ഒരുപാട് മുറിവേറ്റ കാലാണ്.
യഖീൻ എന്നുള്ള സംഗതിക്ക് നല്ല ക്ഷതം വന്നിട്ടുണ്ട്, ആക്സിഡന്റ് വന്നിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ വാപ്പ പുറത്തിറങ്ങി. പൈസ ഒന്നുമില്ല. ഒരു സംഘത്തിന്റെ കൂടെ കൂടി കാബത്തേക്ക്. കയ്യില് പൈസ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ അതിനെ ക്യാപ്റ്റൻ അമീറിനെ തേള് കുത്തി. അപ്പോ കാൽമുറി. ഇനിയിപ്പോ ആ സംഘത്തെ നയിക്കാൻ പറ്റില്ലല്ലോ, കാരണം നടക്കാനും വയ്യ. അമീറിന്റെ പൈസ വരാണ് കൊടുക്കല്, പൈസന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, അല്ല ആത്മുല്ലസം എന്നുള്ള ആലിമ നമ്മളെ കൂട്ടത്തിലുണ്ടല്ലോ, മൂപ്പരഞ്ഞ അമീറാക്കാന്ന് പറഞ്ഞു. മൂപ്പര് പൈസ ഇല്ലാതെ അവിടെ എത്തി. അതല്ല ശരിയായി കൊടുത്തു. പിന്നെ ഇവിടുത്തെ കാര്യമാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ ആയപ്പോ അന്നം കിട്ടാതായി. ചെറിയ കുടിലാണ്, ബാപ്പൊട്ടില്ല, ഗ്രഹനാഥനില്ല. അപ്പോ ഉമ്മയും ജ്യേഷ്ഠത്തികളൊക്കെ പറഞ്ഞു, ഇജല്ലേ ബാപ്പാനെ പറഞ്ഞാച്ച്, നീ എന്താ തിന്നാന്ന് വെച്ച്. മോള് ചിരിച്ചു. അപ്പൊ നിങ്ങളെല്ലാം അമ്മ പറഞ്ഞ് റാസിക്കല്ലേണെന്ന്. അതൊന്നും പറയാൻ കഴിഞ്ഞില്ല. പട്ടിണി കിടന്ന് ദേഷ്യം പിടിച്ച് ഉമ്മക്കാണ്ട് ഹാലളക്കാൻ തുടങ്ങി. അപ്പോഴും മോള് ചിരിച്ചു. മോള് പറഞ്ഞു, അന്നം തിന്നുന്ന ആള് പോയി, തെരഞ്ഞ ആൾ ഇപ്പോഴും ഉണ്ട്. ബാപ്പാനെ കുറിച്ചാണ് ആക്കലു റിസ്ക് എന്ന് പറഞ്ഞാൽ. അന്നം തിന്നുന്ന ആളാണ് ബാപ്പ, അന്നം തരുന്ന ആളല്ല, തിന്നുന്ന ആളാ. അന്നം തരുന്ന ആളെ നമ്മളെ വീട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ബാക്കയാണ്, അവൻ എവിടെയും പോകില്ല. അങ്ങനെ കുറെ ഡയലോഗൊക്കെ അടിച്ച് ക്ഷീണിച്ചിട്ട് അവലൊക്കെ പട്ടിണി കിടന്നും ആണ്ട് ഉറങ്ങി. ഈ നാളെയും കൂടി അന്നം കിട്ടില്ലെങ്കിൽ മരണത്തിന്റെ വക്കിലാണുള്ളത്. പെൺകുട്ടി ഉറങ്ങണില്ല. പെൺകുട്ടി ഇങ്ങനെ റബ്ബിന്റെ അന്നം കാത്തിരിക്കുക. ആ സമയത്താണ് അതിലൂടെ ഹജ്ജിന് വേണ്ടി നാട്ടിലെ രാജാവ് പുറപ്പെടുന്നത്. അന്നിന്ന പോലെ ഫ്ലൈറ്റും ഒന്നുമില്ലാത്ത കാലമല്ലേ. കൂടുതലും ഒട്ടകം, കുറച്ച് വലിയ ആളുകളാണെങ്കിൽ കുതിര, ഇതാണ് അവലംബിക്കുക. അതിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോ രാജാവിന് നല്ല ദാഹം വന്ന് അവരുടെ തോൽപാത്രത്തിലുള്ള വെള്ളമൊക്കെ കഴിയും ചെയ്തിട്ട് രാജാവ് കൂടെയുള്ള പട്ടാളക്കാരോട് ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് നോക്കൂ. 2 പോലീസുകാര് നേരെ പോയത് ഹാത്തിമുൽ ഹസന്റെ പരീക്കാണ്. പരക്കെ അടഞ്ഞെടുക്കാണ്, വാതില് മുട്ടി. അപ്പൊ ഈ പെൺകുട്ടിയാണ് തുറന്നത്. മറ്റൊരൊക്കെ ഉറങ്ങുകയാണ്, രാത്രിയല്ലേ. ഞങ്ങൾ രാജാവിന്റെ പട്ടാളക്കാരാണ്, മോളെ ഇവിടെ കുടിക്കാൻ വെള്ളം ഉണ്ടോന്ന് വെച്ചു. ഈ കുട്ടി കുറച്ച് വെള്ളം കൊടുത്തു. രാജാവ് കുടിച്ചപ്പോ നല്ല ആശ്വാസം. അതൊക്കെ അള്ളാന്റെ പണിയാണ്. രാജാവിന്റെ മനസ്സിൽ ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ വെള്ളം ആ വീട്ടിൽ നിന്നാണെന്ന്. ഏതാ വീടെന്ന് വെച്ചാൽ അത് ഹാത്തിമുൽ ഹസൻ എന്നുള്ള മഹാന്റെ വീടാണെന്ന്. അതെ, ഹാത്തിമുൽ ഹസൻ എന്നുള്ള ആലിമിന്റെ വീടാണോ? എന്നാ ഈ വെള്ളം തന്നതിന് ഓൽക്കത് സമ്മാനം കൊടുക്കണം. വലിയൊരു പൈസ കൊടുത്തു. പാതിരാവിന്റെ ഉള്ളിൽ ഈ പണസഞ്ചി കയ്യിൽ കിട്ടിയപ്പോൾ ഈ കുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞു. അതുവരെ ചിരിച്ചിരുന്ന കുട്ടി പൊട്ടി പൊട്ടി കരഞ്ഞു. കുട്ടിന്റെ കരച്ചിൽ കേട്ട് കിടന്നുറങ്ങണ ഉമ്മയും ജ്യേഷ്ഠത്തികളൊക്കെ എണീച്ചു. എന്തേ മോളെ? തിന്നോളി, അള്ളാന്റെ അന്നതാണ്. എന്തു വാങ്ങിട്ട് തിന്നോളി. ജീവിതത്തിന്റെ അവസാനം വരെ അന്നം കഴിക്കാനുള്ള പണക്കിഴി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, റാസിക്കായ റബ്ബ് തന്നാണ്. എന്നിട്ട് ഈ കുട്ടി ഉറങ്ങണില്ല, സുജൂദും കരച്ചിലും തന്നെ. ഉമ്മ വെച്ചു, മോളെ കരയേണ്ട നേരത്തെയാണ് പട്ടിണി കിടന്നപ്പോ, ഇപ്പൊ ചിരിക്കേണ്ട സമയമല്ലേ എന്ന് വെച്ചു. അല്ല, ഇപ്പോഴാണ് കരയേണ്ട സമയം. അള്ളാഹുവിന്റെ റഹ്മത്ത് പാതിരാവിൽ എന്നെ തേടിയെത്തിയപ്പോൾ ആ നിഅമത്തിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യാൻ കഴിയാതെ എന്റെ ഹൃദയം പടഞ്ഞ് ഞാൻ കരയുകയാണ്. ഉമ്മ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇത് ഹാലിലെത്തിയാല് വലിയ അത്ഭുതങ്ങളുണ്ടാവും. ഇത് ചെകിട്ടിലും തൊള്ളയിലും കുടുങ്ങിയാല് മരുന്ന് തൊള്ളേക്ക് വയ്ക്കണേന് പകരം മൂക്കിന്റെ ഓട്ടേക്ക് വയ്ക്കണ പോലെ ആയിരിക്കും. തരിപ്പ് കയറിയിട്ട് കുറെ ഒച്ച ഉണ്ടാക്കി പോവാ, സംഗതി എത്തൂല. മരുന്ന് വയ്ക്കേണ്ട സ്ഥലത്തേക്ക് മരുന്ന് വയ്ക്കണം. ഇന്നത്തെ പരിപാടി ഇതാണ്. മരുന്ന് കുടിക്കണക്ക് ഉള്ള ഓട്ടയ്ക്കൊക്കെ മരുന്ന് കയറ്റണം. അത് എവിടേക്കാണ് കയറ്റേണ്ടത് അവിടേക്ക് കയറ്റിയ സംഗതി റെഡിയായി. അങ്ങനല്ലേ? അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹയ്യു, ഓന് നേരത്തെ ഇല്ലാത്ത ആളല്ല, ഓന് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഓന് കുല്ലുമൻ അലിയ ഫാൻ എന്നതിൽ പെട്ടതല്ല, ഓന് നാശമില്ല, മറ്റതൊക്കെ നശിക്കും, അവൻ ഹയ്യാണ്. അതാണല്ലോ മുത്തനബിനോട് അള്ളാഹ് ജീവിതകാലത്ത് പറഞ്ഞ എന്താണ്? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മുത്തനബി മദീനയിൽ താമസിക്കുന്ന സമയത്ത് അള്ളാഹ് പറഞ്ഞതാണ് ഇന്നക മയ്യിത്തുൻ, നിങ്ങൾ മയ്യിത്താണ്, ഓലും മയ്യിത്താണ്. അള്ളാഹ് മയ്യിത്താവൂല, മയ്യിത്തല്ല. നമ്മൾ മയ്യിത്താൻ പോകുന്നവരാണോ മയ്യിത്തുകളാണോ? ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യോ? നമ്മൾ മയ്യിത്താൻ പോകുന്നവരാണോ മയ്യിത്തുകളാണോ? ഓൾറെഡി മയ്യിത്തുകളാണ്. ഇപ്പൊ ഇളകണ മയ്യിത്ത്, കുറച്ച് കഴിഞ്ഞാൽ ഇളകാത്ത മയ്യിത്ത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇളകണ മയ്യിത്ത്,
ഓരോന്നും മരിച്ചുകൊണ്ടിരിക്കല്ലേ. കാഴ്ച മരിച്ചുകൊണ്ടിരിക്കുന്നു, മുടിയുടെ കളറ് മാറി മുടി മരിച്ചുകൊണ്ടിരിക്കുന്നു, തൊലി ചുളിയാൻ തുടങ്ങി തൊലി മരിച്ചുകൊണ്ടിരിക്കുന്നു, കേൾവി കുറയാൻ തുടങ്ങി കേൾവി മരിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്സുകൾക്ക് ആരോഗ്യം കുറഞ്ഞ് ആരോഗ്യം മരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം പൂർണ്ണ മരണത്തിലേക്കാണ്ട് വീഴും. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ, നിങ്ങളും മയ്യിത്താണ് അവരും മയ്യിത്താണ്. അള്ളാഹ്ക്ക് ഒരു കാലത്തും ഒരു സമയത്തും മയ്യിത്ത് എന്നുള്ള പേര് വരൂല. ഹൽക്ക് മുഴുവനും മയ്യിത്താവും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക. എല്ലാരെയും റൂഹ് ഊരുന്ന ആളാണ് അസ്റായിൽ ഇസ്ലാം. ആ അസ്റായിൽ ഇസ്ലാം മയ്യിത്താവും. അരങ്ങാദീസിലുണ്ട്. സ്വർഗം നരകത്തിനിടയ്ക്ക് ഒരു ഏരിയ കണ്ടുകൊണ്ടു അസ്റായിൽ ഇസ്ലാമിനെ. അള്ളാഹ് ചോദിച്ചു, ഇപ്പൊ ആരൊക്കെ ഉള്ളതെന്ന് ചോദിച്ചു. എല്ലാരും മരിച്ചിരിക്കുന്ന റബ്ബേ. ഖാലിക്കും റാസിക്കും ഹയ്യും കയ്യും അയ്യ മാത്രം ബാക്കിയുണ്ട്. പിന്നെ ഈ പാവപ്പെട്ട അടിമയുണ്ട്. അല്ലാഹു മയ്യിത്ത് എന്നുള്ള പേര് ഇങ്ങൾക്കും ബാധകമാണ്, അതുകൊണ്ട് നിങ്ങൾ മരിക്കണം. ഇത് കേൾക്കുമ്പോ അസ്റായിൽ പൊട്ടി പൊട്ടി കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ കരയാൻ കാരണം? മരണം എന്നുള്ള കുറച്ച് വേദനയുള്ള സംഗതി തന്നെയാണ്. എല്ലാരും വേദനിപ്പിച്ചിരുന്ന ആളാണല്ലോ. അപ്പൊ ഞാൻ വേദന കുറച്ച് അനുഭവിക്കാൻ പോവാ. അതിൽ അസ്റായിൽ കരയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫല്യമുത്ത് അസ്റായിൽ പുഴയിൽ ചാടി മരിക്കൊന്നുമില്ല, ആത്മഹത്യ ചെയ്യൂല. അങ്ങനെ നാളെ ആലോചിച്ചു. എല്ലാരും മരിപ്പിക്കണ അസ്റായിൽ ആത്മഹത്യ ചെയ്യലാണ് ആലോചിച്ചത്. അല്ലല്ല, പുഴയിലോ ട്രെയിൻ, അന്ന് ട്രെയിൻ ഒന്നും ഇല്ലല്ലോ, തല വെച്ച് മരിക്കൊന്നുമില്ല. അള്ളാന്റെ ഓർഡറാണ്ട് വരും, മരിക്കട്ടെ അസ്റായിൽ, അപ്പൊ മരിച്ചോളൂ, മരിക്കും. എല്ലാവരുടെ റൂഹിനെയും പിടിക്കുന്ന ആളുടെ റൂഹ് അള്ള കണ്ട് പിടിക്കും. അതാണ്ടായ കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ. എന്നാ അള്ള ഇതിൽ പെടുവോ? ഇല്ല. അള്ള ഹയ്യാണ്, അവൻ ഹയ്യാണ്, അവൻ കയ്യൂമാണ്. കയ്യൂം നമുക്ക് നാളെ പറയാം. ഇന്ന് ഹയ്യാണ് പറഞ്ഞത്. അതിന്റെ നേരെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവൻ എന്നുമെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്. അവന് മരണം ബാധിക്കുകയില്ല. അവനെല്ലാം ഒറ്റക്ക് നിയന്ത്രിക്കുന്ന ആളാണ്. ഓനൊരു സാധനത്തിന് മുൻ പ്ലാന് വേണ്ട, ഉണ്ടാക്കാൻ മെറ്റീരിയൽ വേണ്ട, എല്ലാം ബദി ആണ്. ബദി എന്നുള്ളതിന് വായനയാണത്. ഓൻ മുൻ പ്ലാൻ ഇല്ലാതെ ഉണ്ടാക്കുന്ന ആളാണ്. ഒരു ആദ്യത്തെ മനുഷ്യനുണ്ടാക്കിയപ്പോ അള്ളാഹു താല എവിടുന്നൊക്കെ പ്ലാൻ കണ്ടിട്ടുണ്ടാക്കിയതാ. മനുഷ്യൻ ഈ കോലത്തിൽ ഉണ്ടാക്കിയില്ലേ, ഇതല്ലാത്തൊരു കോലം മനുഷ്യന് പറ്റുമോ? നമ്മൾ സാധാരണ പറയലുണ്ട് മൂക്കി കീപ്പിട്ടുള്ള ആള് വരറ്റേന്ന്. മൂക്കൊന്ന് മേപ്പെട്ടാക്കിയ സങ്കല്പിച്ചോ കാണുങ്ങൾ. മൂക്കി മേപ്പെട്ടുള്ള ഒരാളുകൾ കണ്ടുകണോ? ഒരാളെ കണ്ടുകണോ? ഞാൻ നാളൊരു വീട്ടിനോട് വെച്ച്, മോനെ മൂക്കി മേപ്പെട്ട എന്താ പ്രശ്നം ഉണ്ടാകാന്ന് വെച്ച്. അപ്പൊ ഓൻ പറഞ്ഞ് കാണാൻ രസമുണ്ടാവില്ല. ഞാനപ്പോ ഓനെ മനസ്സിലാ പറഞ്ഞു, ചങ്ങായി കാണാൻ രസമല്ല, മഴ ചെയ്താലും കുളിക്കുമ്പോഴൊക്കെ കൊടുക്കൂലേ, വെള്ളാണ്ട് കയറൂലേ, കാണാൻ രസം അവിടെ വെക്കട്ടെ. വെള്ളം ഇങ്ങനെ കയറൂലേ, വെള്ളത്തിൽ മേപ്പെട്ട് മുക്കാലെ വെള്ളല്ലേ ഒക്കെ നടക്കൂലേ, തരിപ്പി ആകെ സോക്കടാലും മരണമൊക്കെ ഉണ്ടാവൂലേ. ഒറ്റ കുട്ടിക്ക് മൂപ്പ് മേപ്പെട്ടില്ലേ. നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ കൈപ്പഴ കൊണ്ട് എങ്ങനെയാലും കീക്കാൻ തൂക്കാവും. സോറി 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 എന്നറിയാം. അള്ളാഹ്ക്ക് സോറി പറയേണ്ടി വരില്ല. കാരണം അള്ളാഹ് ഉണ്ടായി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പിന്നെ ചില കുട്ടികൾ അള്ളാഹു തആല എന്ത് ചെയ്യും, അത് ചില വൈകല്യങ്ങൾ ഉണ്ടാക്കും, ബുദ്ധിക്കും മറ്റൊക്കെ. അത് ഖുർആനിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ജാമിദാരുടെ പ്രസംഗം ഉണ്ട്. നിങ്ങൾ അള്ളാഹ് അങ്ങനെയാണെങ്കിൽ എന്താ ചിലപ്പം കൈയില്ലാത്ത അല്ലെങ്കിൽ കാലില്ലാത്ത അല്ലെങ്കിൽ പിന്നെ കോറങ്ങടുള്ള കുട്ടികൾ ഉണ്ടാക്കണ? ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആനിൽ ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞ പടച്ചോൻ എന്താ ഇത് പറയാത്തതെന്ന് വെച്ച് ഭയങ്കര പ്രശ്നം. അത് ഞാൻ ഒരു മറുപടി കൊടുത്തു. ഖുർആനിൽ ആയത്ത് എണ്ണി പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. എണ്ണി പറഞ്ഞോളൂ. ഖുർആനിൽ അതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിലത് നമ്മൾ ഉണ്ടാക്കുന്ന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾ എന്നോട് ചോദിക്കാണ്, ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഖുർആനിൽ പറയണോ ചോദിച്ചാൽ സൂചന ഉണ്ട്. സൂചനയാണത്, അതൊക്കെ ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ അല്ലാതെ ഒരു പരിവ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പിന്നെ മനുഷ്യന് ചിന്തിക്കാനും പഠിക്കാനും ചിലതൊക്കെ അല്ലാഹു തആല ഉണ്ടാക്കും. അത് ഉറപ്പാണ്. ഇന്നലെ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി, എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ അമ്മായിന്റെ മോള് എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കുട്ടിന്റെ കാര്യത്തിൽ പ്രത്യേകം ഓർക്കണം, നമുക്ക് അത് മാത്രമേ ജീവിതത്തിൽ ബേജാറുള്ളൂ എന്ന്. എന്തേന്ന് വെച്ച് അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. എന്നാണ് ബുദ്ധിക്ക് കോറുങ്ങളുണ്ട്. എന്താ ബേജാറെന്ന് വെച്ച്, ഞാൻ മരിച്ചാൽ എന്റെ കുട്ടിക്കാരാന്ന് വെച്ച്, ഞാൻ മരിച്ചാല് എന്റെ കുട്ടിക്കാരാന്ന്. അവർ നിങ്ങളുള്ളപ്പോ കുട്ടിക്കാരാന്ന് വെച്ച്. ഇനിയിപ്പോ ആരാദ്യം മരിക്കാൻ നിങ്ങൾക്ക് അറിയാം. നിങ്ങളിപ്പോ ഉള്ളപ്പോ കുട്ടിക്കാരാന്ന് വെച്ചു.
നിങ്ങൾ ഉള്ളപ്പോഴും കുട്ടിനെ നോക്കണം നിങ്ങളെല്ലാം അള്ളയാണ്. നിങ്ങൾ ഉറങ്ങണ സമയത്ത് നിങ്ങൾ കുട്ടി നോക്കുന്നു, ആ കുട്ടി സുഖമില്ലാത്ത കുട്ടിയല്ലേ. നിങ്ങൾ ഉറങ്ങാണ്, നിങ്ങളെ ഭർത്താവ് ഉറങ്ങാണ്, കുട്ടീനെ അപ്പം നോക്കണ ആരാ? നിങ്ങളെ വാറ്റില് കുട്ടിയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു, അപ്പൊ കുട്ടിക്ക് അന്നം കൊടുത്തതാരാ? പുറത്തു വന്നപ്പോഴല്ലേ നിങ്ങൾ പാല് കൊടുത്തത്? ഗർഭിണികളോട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടോ നല്ലോണം ഭക്ഷണം കഴിക്കണം, നിങ്ങൾക്ക് മാത്രല്ല ഉള്ളിലുള്ള കുട്ടികൾക്കും കൊടുക്കണമെന്ന്? അങ്ങനെ പറയണോ? ഉള്ളിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ട് ഗർഭിണികൾ അള്ളാന്റെ ഓർഡർ അനുസരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഭക്ഷണം എന്തെങ്കിലും പോഷകങ്ങൾ കഴിക്കണ്ടോ? ഇല്ല, കഴിക്കണില്ല എന്ന് മാത്രമല്ല, ഉള്ള കഴിക്കലും നിർത്തിച്ചിട്ടുണ്ട്. കാരണം ഓക്കാനം കാൽമക്ക് നീരിറങ്ങി, ബിരിയാണി പറ്റണില്ല, നെയ്ച്ചോറ് പറ്റണില്ല, നെയ്യ് പറ്റണില്ല, ഭർത്താവിന്റെ സ്മെല്ല് പറ്റണില്ല. കാരണം എന്താ? നമ്മൾ ഈ റോഡ് പണി അടക്കുമുണ്ടാവും ബോർഡ് വെച്ചിരിക്കുന്നു, ഗോസ്ലോവ് നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അള്ളാഹു തആല ബോർഡ് വെച്ചാ ഗോസ്ലോവ്, പോണൊക്കെ ഒന്ന് സ്ലോ ആക്കി കളി. കാരണം ഒന്നായിട്ട് എന്താണ് നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ട ഉള്ളിൽ. സാധാരണ തിന്നണന്നെ കയറ്റണില്ല, അതിന് അള്ളാഹു തആല അവിടെ ഓർഡർ ചെയ്തിരിക്കണ് സ്ലോ സ്ലോ സ്ലോ. ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, നിങ്ങളൊരു സാധനം കിട്ട ആവശ്യമില്ല, അത് ഞാൻ കൊടുത്തോണ്ടെന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് ഉള്ളിന്റെ ഉള്ളിൽ, ഇരുട്ടിന്റെ ഉള്ളിൽ ബലൂണ് പോലത്തെ ഒരു സാധനത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് 8-9 മാസം അന്നം കൊടുത്ത ആരങ്ങളാ? എന്നിട്ട് ഇനിയിപ്പോ നിങ്ങൾ മരിച്ചാൽ ആ കുട്ടിക്കാരൻ അത് റബ്ബിന്റെ ഹൽക്കല്ലേ? ഇതൊക്കെ കാരണങ്ങളല്ലേ? അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം പറഞ്ഞു കൊടുത്തപ്പോ സംഗതിയൊക്കെ മനസ്സിലായി. പക്ഷെ ഇനി തലേക്കാർ ഒരു ഹദീസ് കൊണ്ട് ഓതി കൊടുത്തു. ഈ കുട്ടി റബ്ബ് നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്, ഈ കുട്ടി റബ്ബ് നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്. കാരണം ബുദ്ധിയില്ലാത്ത മക്കൾ ഹിസാബില്ലാതെ പോകുന്നവരാണ്. അവര് നാളെ പടച്ചവനോട് പറയും, എന്നെ നോക്കി വളർത്തിയിട്ടുള്ള ഉമ്മാനെ എനിക്ക് തരണം റബ്ബേ, പാപ്പാനെ തരണം റബ്ബേ. അപ്പോൾ ബുദ്ധിയില്ലാത്ത മക്കളെ നന്നായി നോക്കി വളർത്തിയിട്ടുള്ള വാപ്പമാരുമ്മമാര് ആ കുട്ടിയുടെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലെത്തുന്നതാണ്. അതിനുശേഷം നല്ല ഹാപ്പിയാണെന്നാ പറഞ്ഞത്, നല്ല ഹാപ്പിയാണ്. ഞാൻ ചിലപ്പോക്കെ ദേഷ്യം പിടിച്ചിട്ട് ശകാരിക്കലുണ്ട്. ആ ഹദീസിന് ശേഷം ഒരു ശകാരം ഉണ്ടായിട്ടില്ല, ഞാൻ റബ്ബിന്റെ സമ്മാനം പോലെയാണ് കൊണ്ടുനടത്തണമെന്ന്. അതാണ് സംഗതി, കിട്ടിയ സംഗതി മാറും. ഇങ്ങനെയാണ്ട് കാഴ്ചപ്പാട് പോസിറ്റീവ് ആക്കിയാൽ മതി, സംഗതികളൊക്കെ വെരി ഹാപ്പിയാണ്. നെഗറ്റീവ് ആക്കരുത് എന്ന് മാത്രം. അള്ളാഹു നമ്മളെ ഹയ്യ് അവനാണ്, ഹയാത്ത് അവനിൽ നിന്നാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ബോധം അള്ളാഹു നമ്മുടെ ഉള്ളിൽ തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحم الراحمين ആയ അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിനെ നാഫിയ ഇൽമിന് വേണ്ടി തുറന്നേരണേ അല്ലാഹ്. നിന്നെക്കുറിച്ചുള്ള ബോധം നിറച്ചേരണേ അല്ലാഹ്, പേടി നിറച്ചേരണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്, ഖൗഫ് നൽകണേ അല്ലാഹ്, റജാ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. ലോകരാഷ്ട്രങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സദസ്സിലുള്ള ഓരോ ആളുകൾക്കും എന്താണ് അവർ ഉദ്ദേശിച്ച് ഹൈറായതൊക്കെ നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാഹ്. പാവങ്ങളാ ഞങ്ങളെ നീ കൈയൊഴിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ പ്രതീക്ഷ നീ മുറിച്ചു കളയല്ല അല്ലാഹ്. ഞങ്ങളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി തരണേ അല്ലാഹ്. നിന്റെ ഖജനാവ് ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളെ നീ ഹായിബീങ്ങളാക്കല്ല അല്ലാഹ്. കച്ചവടക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്, കൃഷിക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്, കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേ, പ്രവാസികൾക്ക് ഷർറുകൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്, ഡ്രൈവർമാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്, ആലിമ്യങ്ങൾ മുത്താലിമ്യങ്ങൾ നാഫിയാലിമിന്റെ അഹിലുകാരാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജഅൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. ഇന്ന് നമ്മൾ റഷീദ് ഖാന്റെ വാപ്പ മരിച്ച ആണ്ടാണ്. അത് എനിക്ക് ഇന്നലെ വിളിച്ചിരുന്നു. മാത്രമല്ല നമ്മളെ ക്ലാസ് കൊണ്ട് അത് എല്ലാ ദിവസവും ക്ലാസ് ഗൾഫിൽ നിന്ന് കേൾക്കുന്ന ആളാണ്. ദ്വായിൽ കൂടുതൽ ഉപകാരം കിട്ടിയ ഒരാൾ അദ്ദേഹം. അപ്പൊ അടുത്ത് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്തെല്ലാം വലിയ മുസീബത്തുകൾ കണ്ട് വിളിച്ചു പറയും. ക്ലാസ്സിൽ ദ്വാർക്കും അള്ളാഹു തആല പെട്ടെന്ന് ശരിയാക്കി കൊടുക്കും. അപ്പൊ അടുത്ത് എന്നോട് പറഞ്ഞു, ഒരു കട പൂട്ടിക്കണത് തുറന്ന് കിട്ടണില്ല, ഞാൻ ആകെ കുടുങ്ങാൻ പോകണമെന്ന്. അന്ന് സുബഹിക്ക് ഇതായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കട തുറന്ന്